ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. സോ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സിന് കേൾക്കാം. ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി സംബന്ധിക്കുന്ന കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ്. ആക്ച്വലി എക്സ്ട്രാ പോയിന്റ്സ് ഒന്നുമല്ല, നമ്മൾ ഈ കോയിൻസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ നമ്മൾ അക്കമിട്ട് പറയുകയാണ്, നമ്പർ ഇട്ട് പറയുകയാണ്. ഫസ്റ്റ്, ആവറേജ് സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നിങ്ങൾ പറയും സാർ നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വൈൽ ആവറേജ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ ഈ ആവറേജ് സ്പീഡിന് എന്തൊക്കെ വാല്യൂ ഉണ്ടാവാം? പോസിറ്റീവ് വാല്യൂ ഉണ്ടാകാം, അതുപോലെ സീറോ വാല്യൂ ഉണ്ടാവാം. ആവറേജ് വെലോസിറ്റിക്ക് ആണെങ്കിലോ അതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് അതിന് പോസിറ്റീവ് വാല്യൂ ഉണ്ടാകാം, നെഗറ്റീവ് വാല്യൂ ഉണ്ടാകാം, സീറോ വാല്യൂ ഉണ്ടാകാം. ഇതിന് രണ്ടിനും എല്ലാത്തിനും ഒരേ യൂണിറ്റ് ആണ്. ആവറേജ് വെലോസിറ്റി ആണെങ്കിലും ആവറേജ് സ്പീഡ് ആണെങ്കിലും ഒരേ യൂണിറ്റ് ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി കിലോമീറ്റർ പെർ അവർ, ഇത് SI യൂണിറ്റ് ഒന്നുമല്ല, ഇതും യൂണിറ്റ് ആണ്. കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ്? കിലോമീറ്റർ പെർ അവർ കണ്ടു കഴിഞ്ഞാൽ ആ കിലോമീറ്റർ പെർ അവറിൻ്റെ കൂടെ 5/18 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആൻസർ കിട്ടും. ഓക്കെ, പലപ്പോഴും കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. സോ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആൻസർ മാറി കിട്ടും. ആൻഡ് സെയിം ഡയമെൻഷൻ, അതിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. സെയിം ഡയമെൻഷൻ എത്രയാണ്? LT⁻⁻1. ഇതാണ് ഡയമെൻഷൻ. സോ ആവറേജ് വെലോസിറ്റി ആയാലും ആവറേജ് സ്പീഡ് ആയാലും അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ആവറേജ് വെലോസിറ്റി ഇത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ, നമ്മൾ അധികം സംസാരിക്കേണ്ട, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത് നമുക്ക് അറിയാവുന്ന പോയിൻ്റാണ് ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തായിരിക്കും? വലുതായിരിക്കും, ആരേക്കാളും ആവറേജ് വെലോസിറ്റിയേക്കാളും, അല്ലെങ്കിൽ ഈക്വൽ ആവും. എപ്പോഴാണ് വലുതാകുന്നത്? ബോഡി ആണെങ്കിൽ ഇങ്ങനെ വളഞ്ഞൊരു പാത്തിലൂടെ പോവുകയാണ്, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, അപ്പോൾ സ്പീഡിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ ആവറേജ് സ്പീഡ്, സ്പീഡ് ആവറേജ്, സ്പീഡ് ആവറേജ്, സ്പീഡ് ആവറേജ്, ആവറേജ് സ്പീഡിൻ്റെ വാല്യൂ വലുതാണ്. ആവറേജ് വെലോസിറ്റി V ആവറേജ്. ഇനി എപ്പോഴാണ് ഈക്വൽ ആവണത്? ബോഡി ആണെങ്കിൽ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്, കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. സോ ആവറേജ് സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞ കാര്യമാണിത്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. അടുത്തത്, ആൻ ഒബ്ജക്റ്റ് മേ ഹാവ് വേരി വെലോസിറ്റി. ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ കുഞ്ഞുങ്ങളെ, നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതൊരു ഒബ്ജക്റ്റാണ്. ആൻ ഒബ്ജക്റ്റ് മേ ഹാവ് വേരിയിങ് വെലോസിറ്റി, ഇതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം, വിത്തൗട്ട് ഹാവിങ് വേരിയിങ് സ്പീഡ്. അതായത് സ്പീഡ് എന്തായിരിക്കും? വിത്തൗട്ട് ഹാവിങ് വേരിയിങ് സ്പീഡ്, അതായത് സ്പീഡിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ്.
അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വെലോസിറ്റി എങ്ങനെ ആയിരിക്കാം? വേരി ചെയ്യാം. എപ്പോഴാണ്? സർക്കുലാർ മോഷനിൽ. ബോഡി പാർട്ടിക്കിൾ ആണെങ്കിൽ സർക്കുലാർ മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, കാരണം കറങ്ങുകയാണ്. ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങുക നമ്മൾ പറയും സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇത് പറഞ്ഞു തന്നെയാണ് അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ആര് കോൺസ്റ്റന്റ് അല്ല? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. കണ്ടോ, ഓരോ സെക്കൻഡിലും വെലോസിറ്റി വ്യത്യസ്ത ഡയറക്ഷനിലാണ്. വെലോസിറ്റി നോക്കുമ്പോൾ ഡയറക്ഷൻ പരിഗണിക്കണം. സോ ഇവിടെ വ്യത്യസ്ത ഡയറക്ഷനിലാണ് വെലോസിറ്റി. സോ നമ്മൾ പറയും ആര് കോൺസ്റ്റന്റ് ആണ്? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ആര് കോൺസ്റ്റന്റ് അല്ല? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, അപ്പോൾ പറയും സാർ ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് അല്ലേ. നമ്മൾ പോയിന്റ് പറയുന്നതേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഫോർത്ത് പോയിന്റ് എന്താണ്? ഈ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ദെൻ സ്പീഡ് വിൽ ഓൾസോ ബി കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഈ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡ് ഉറപ്പായും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷേ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആരും കോൺസ്റ്റന്റ് ആയിരിക്കും? സ്പീഡും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ വെലോസിറ്റി വേരിയിങ് ആണ്, വെലോസിറ്റി വേരിയിങ് ആണ്. അങ്ങനെ വെലോസിറ്റി വേരിയിങ് ആണെങ്കിൽ സ്പീഡ് വേരി ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കാം, കുഴപ്പമില്ല. ഇനി ഇങ്ങനെ പറഞ്ഞാലോ, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണം നിർബന്ധമില്ല. കണ്ടോ, സ്പീഡ് ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. വെലോസിറ്റി നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയാണ്, അത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ സ്പീഡ് എന്തുമായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത്, ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? നിർബന്ധമില്ല. കണ്ടോ, ഇവിടെയാണെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? അല്ല, വെലോസിറ്റി വേരിയിങ് ആണ്. കാര്യം മനസ്സിലായോ? ഓക്കെ. TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.